ചെയ്യുന്ന കോമഡൻസ് നേതാക്കളിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പാർലമെന്റിലെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി തയ്യാറായ ഇവിടെ ഭാരവാഹികളുണ്ട്, ഭാരവാഹികളുണ്ട്. ഞാനത് ആശിക്കാൻ അറിയുകയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് സ്ത്രീപീഡനം. സ്ത്രീപീഡനം എന്നുള്ളത് പണ്ടുമുതലുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇക്കാലത്ത് സ്ത്രീപീഡനം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ സ്ത്രീപീഡനം എന്ന് പറയുന്നത് ഒരു വാർത്തയല്ല മാറിയിരിക്കുകയാണ്. ഒരു വാർത്തയല്ല. ഒരു ദിവസം 3-4 ന്യൂസ് ഇടാൻ ഡെയിലി ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീപീഡനം എന്ന് പറയുന്നത് ഇതെങ്ങനെ കൊറോണ കഴിയുമ്പോഴേക്കും നമ്മുടെ ന്യൂസ് പേപ്പറുകളിൽ ഈ ചരമോളം അതുപോലെ ഒരു പീഡന മോളങ്ങളെ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ഒരു തുല്യാണ് ഇപ്പോൾ ഇതുവരെ വളർന്നുകയാണ്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം കണ്ടപ്പോഴായിട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ ടി വി വെച്ച് നോക്കുകയാണ്. ടി വിയിൽ എല്ലാ ദിവസങ്ങളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യാനൊന്നുമില്ല. ഇതെന്താണ് കാരണം കണ്ടെത്തുന്നത്? വളരെ ഈസിയാണ്. നമ്മൾ നോക്കുക, ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ നാടുകളിൽ പല നാടുകളിലും ഈ സ്ത്രീപീഡനത്തിന്റെ പ്രശ്നം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. നമ്മൾ നോക്കിയാൽ ഗൾഫ് നാടുകൾ, സൗദി അറേബ്യ, അധികവും ഇന്ത്യയിലെ സ്ത്രീപീഡനം കേൾക്കുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് സ്ത്രീപീഡനം കേൾക്കുന്നില്ല? ഇന്ത്യയിൽ ഇത്രയും സ്ത്രീപീഡനമുണ്ട്. എന്തുകൊണ്ട്? അത് തന്നെ ഇതിന്റെ കാരണം. അപ്പൊ നോക്കി കഴിഞ്ഞാൽ ഗൾഫ് നാടുകളിൽ കിട്ടുന്ന ശിക്ഷ വളരെ വലിയ ശിക്ഷയാണ്. ഞാൻ പറഞ്ഞാലും സൗകര്യത്തില് റിയാദില് ഞങ്ങൾ വെള്ളിയാഴ്ച നമസ്കാരത്തിന് കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ അധ്യാപകരും കളിയുണ്ട്. ഞങ്ങൾ തലവെട്ടുകളിലാണ്. അവിടെ കാണാം. ഈ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഇതുപോലെ പോലെയുള്ള കുട്ടികളുടെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അപ്പൊ അതുകൊണ്ട് അവിടെ കുറ്റകൃത്യം ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും പേടിയാണ്. അവിടെ കണ്ടുപിടിക്കാനുള്ള ആൾക്കാർക്ക് പേടിയാണ്. കണ്ടുപിടിച്ച് ശിക്ഷയാണ്. അപ്പൊ ആൾക്കാർക്ക് ഷേറിനോട്ടിനൊക്കെ കുടിക്കുന്ന കള്ളായിട്ട് ഞങ്ങളുടെ രാവിലെ ഉണ്ടായിരുന്ന ചില ആൾക്കാര് കടയിൽ പോയി ഷേറിങ്ങിന്റെ നോക്കം എടുക്കുന്നത് അതിനകത്ത് ഒരു ആഗ്രഹമല്ല. കാരണം അത് കുടിക്കും. അപ്പൊ കുറച്ച് ശിക്ഷ കിട്ടും. അങ്ങനെയാണ് അവിടുത്തെ പരിപാടി. അപ്പൊ അങ്ങനെ ശരിക്കും നല്ല ശിക്ഷ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ നല്ല ശിക്ഷ അത് കൂട്ടിക്കൊണ്ടുവന്നതിൽ യാതൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ലാത്ത പല ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ പോലീസ് ഇവിടെ ഒരു മന്ത്രി പോയി കഴിഞ്ഞാൽ ഒരു 10,000 വണ്ടി പറയാൻ പോകാനാണ്. അങ്ങനെയല്ല, അവിടെ നമ്മൾ ഈ ഭരണാധികാരികളാണ് ജയിക്കാനൊക്കെ അവരൊരു വണ്ടി പോകാനാണ് അവർക്ക് തലയിൽ പോയിട്ട് സാധനം പോകാൻ അത്രയും പോകാൻ വലിയ സെക്യൂരിറ്റി എല്ലാം ആവശ്യമില്ല. കാരണം അവിടെ കുറ്റകൃത്യങ്ങളില്ല. അത് മാത്രമല്ല, അവിടെ നമുക്കറിയാം അവിടെ അവർ കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാല് ഈ ഇവിടെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എപ്പോൾ പോകണ്ട അതിന് മുമ്പേ അതുപോലെ കൊടുക്കും. അതങ്ങനെ അവിടെ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. ഇന്ത്യൻ ശിക്ഷാനിയമം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പഴുതുകളെന്ന് പറഞ്ഞാൽ പഴുതുകളോട് സമ്പൽ സമൂഹമാണ് ഇന്ത്യൻ ശിക്ഷാനിയമം. ഓരോ നോക്ക് ആൾക്കാരാണ് അതിന്റെ ലോകം പിന്നെ നോക്കാൻ പിന്നെ പഴുതുണ്ട്. അപ്പോൾ ആൾക്കാർ മുന്നിൽ പോകുന്നത് വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ. ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് പീഡനങ്ങൾ പോലും സംശയമില്ല. പിന്നെ ഈ മതം പറഞ്ഞതുപോലെയുള്ള ഈ അശ്ലീല ചിത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പീഡനം വർദ്ധിപ്പിക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അശ്ലീലം എന്ന് പറഞ്ഞാൽ മഞ്ഞ പ്രസിദ്ധീകരണങ്ങൾ ഈ മാഫിയ പറഞ്ഞ സാധനങ്ങളാണ്. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാലത്ത്. അപ്പൊ കുട്ടികളാണെങ്കിൽ ഒരു മാഫിയ പുസ്തകത്താണെങ്കിൽ സ്കൂളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടീച്ചറെ പിടിക്കും, സാറ് പിടിക്കും. പിന്നെ സ്കൂളിൽ ഏതെങ്കിലും പോയി കാണാം. അത്രയല്ലേ ഉള്ളൂ. അന്നത്തെ കാലങ്ങളിൽ
ചില വീടുകളിലൊക്കെ ഈ 10 മിനിറ്റ് ക്രിസ്തു എന്ന് പറയുന്നത് ഇതിന്റെ ഇൻട്രോയിന്റെ സമയത്ത് അപ്പൊ പിള്ളേർക്കറിയാം ഇന്ന വീടുകളിൽ കൊണ്ട് അവർ ക്രിസ്തുവിനുണ്ട് എന്ന പിള്ളേർക്ക് അറിയാം. അവർ എത്ര ദൂരെയാണെങ്കിലും പോയിട്ട് അവർ പോയിട്ട് ആ വീടുകളിൽ പോയി ഗുണമാക്കില്ല അങ്ങനെയാണ്. അപ്പോ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കാലത്തൊന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പം തിയേറ്ററിലൊന്നും പോകാം, ഇന്റർനെറ്റ് കൊണ്ടേക്ക് കയറിയാൽ മതി. ഇന്റർനെറ്റ് കൊണ്ടൊക്കെ കുറച്ച് വന്നാലാണെങ്കിൽ ആദ്യം ഇന്റർനെറ്റ് കൊണ്ട് തുടങ്ങിയ സമയത്ത് ഭയങ്കര കോമ്പറ്റീഷൻസ് ആയിരുന്നു. ആദ്യം ഇന്റർനെറ്റിലൊക്കെ ഒരു 3-4 മാസം ഇന്റർനെറ്റ് കേരളത്തിൽ ഇന്റർനെറ്റ് പ്രൊജക്റ്റ് ഒന്നും പലതാളമല്ല. അപ്പോൾ പ്രൊജക്റ്റ് തുടങ്ങിയ സമയത്ത് ഇന്റർനെറ്റ് തുടങ്ങാൻ ഒരു കാര്യം പോയിട്ടായി 3-4 മാസം ഇന്റർനെറ്റ് റണ്ണിങ് ആകുമ്പോൾ തന്നെ എല്ലാം ഒരു കാര്യം പോയിട്ടായി. ഇന്റർനെറ്റ് കമ്പനിയിൽ ബ്രൗസ് ചെയ്യുന്ന ആൾക്കാർ 75% ആൾക്കാരും ഈ സെക്ഷൽ ആൾക്കാരാണ്. അപ്പൊ തന്നെയാണ് അവരൊരു കോമ്പറ്റീഷൻ ചൂടുപെട്ടു. അവരുടെ കോമ്പറ്റീഷൻ ഭയങ്കര കോമ്പറ്റീഷനായി. ആയിരത്തിൽ ഇന്റർനെറ്റ് കമ്പനി മുത്തിന് ഇന്റർനെറ്റ് കമ്പനി ഇപ്പോഴും ഇല്ലാതെ. അപ്പോ അവരുടെ കോമ്പറ്റീഷൻ കൊടുക്കും. കോമ്പറ്റീഷൻ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവരൊരു കഴിവ് ഇന്റർനെറ്റ് കമ്പനിയിൽ ബ്രൗസ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് ക്യാബിനുകൾ. അപ്പൊ ഈ കമ്പ്യൂട്ടർ നേരത്തെ എടുത്തിരിക്കുകയാണെങ്കിൽ ഈ ബുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രൈവറ്റ് ക്യാബിൻ. അപ്പൊ പിള്ളേരുടെ പ്രൈവറ്റ് ക്യാബിനുള്ള സ്ഥലത്ത് മാത്രമേ കയറുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ ഒരു വഴിയിട്ട് ഈ അകത്തുനിന്ന് ലോക്ക് ചെയ്യാൻ പാടുള്ള ക്യാബിനാണ്. അകത്തുനിന്ന് ലോക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന യുവമിഥുനങ്ങൾ ചെല്ലുന്നു. ഇത് ഇല്ലാതെ അകത്തും ലോക്ക് ചെയ്യാൻ മുത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. വേണം പറ്റില്ല. അപ്പോ ഇതിനകത്ത് ആൾക്കാർക്ക് പരിപാടികളൊക്കെ പറയും. അതോടുകൂടി പോലീസ് പരിപാടികൾ നിർത്തിച്ചു. ഇന്റർനെറ്റ് അകത്തും ലോക്ക് ചെയ്യുന്ന ഇന്റർനെറ്റ് കമ്പനികൾ വേണ്ട. അത്യാവശ്യം പബ്ലിക്കായിട്ട് കാണാൻ പാടാണ് ഇന്റർനെറ്റ് കമ്പനികൾ മതി. അപ്പൊ അതോടുകൂടി ആ പരിപാടി കുറച്ച് ഒതുങ്ങി. അപ്പൊ ഇപ്പം അത്രയും ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്തൊന്നും പോകണ്ട. ഇപ്പൊ മൊബൈലിനാണ് 3G കാണുന്നത്. സ്പീഡുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ വീട്ടിൽ ഒന്നും കാണാമല്ലോ. എന്തിനാ ഇന്റർനെറ്റ് കമ്പനിയിൽ പോകണം? അപ്പൊ പിള്ളേർക്ക് സൗകര്യമായിട്ടോ അച്ഛനും അമ്മയൊന്നും നോക്കാത്ത ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റ് എടുക്കാൻ പറ്റില്ല. സുഖമായിട്ട് മൊബൈലിൽ കാണാം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞ പോലെ ഇത് ഈ സെക്സിനോടുള്ള ഈ ഇത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇതാണ്. അപ്പോ ഇതിനൊക്കെ ഒരു തടയില്ല. ഗവൺമെന്റ് ഇതിനൊക്കെ ഒരു തടയില്ലാണെങ്കിൽ ഒരു പരിധി വരെ ഈ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ഈ മാധ്യമങ്ങൾ അതിന്റെ സമയം ആണെന്നുണ്ട്. ഇപ്പൊ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും പഠിക്കുന്നുണ്ട്. സ്ത്രീകരണം എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും രസം കഴിയുന്നു. ഇതുപോലുള്ള പകൽസമയം ഒരു ആദ്യം സംസാരിക്കുകയാണെങ്കിൽ രാത്രി ആദ്യം സംസാരിക്കുമ്പം ആ ആദ്യം ഓരോക്കെ കുറച്ച് വ്യത്യാസപ്പെടും. നമ്മൾ കേട്ടാ അറിയാം. എന്താ പേര് ബോഡി പ്രോഗ്രാം ഉണ്ട്. എന്താ പേര് പേര് എത്ര കേൾക്കുന്നുണ്ട്. ഒരു 2-3 കേൾക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് അതിൻ്റെ ഒരു ഇത്. എനിക്ക് 3 കേൾക്കുന്നുണ്ട്. എനിക്ക് 3 കേൾക്കുന്നുണ്ട്. ആ സ്റ്റാറ്റസ്. അപ്പോ ഇങ്ങനെയുള്ള ഇവിടെ തന്നെ ഈ പോലുള്ള മാധ്യമങ്ങൾ തന്നെ ഈ ഖുറാനിൽ പറയുന്നത് സാത്താന്റെ കാര്യങ്ങൾ, സാത്താന്റെ സ്വഭാവം തന്നെയാണ് സാത്താൻ. ഈ സാത്താൻ എന്ന് പറയുന്നത് മനുഷ്യരോട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. സാത്താൻ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഈ സാത്താൻ മനുഷ്യനോട് എന്താ പറയുന്നത്? നീ ചെറുത് വളരെ മോശമായിട്ട് കൊടുക്കണം. അവിടെ മോശമായിട്ട് കൊടുക്കും. എനിക്ക് വേണ്ട പേരുണ്ട്. അതുകൊണ്ട് നീ ചെയ്യുന്നതിന് പൂർണ്ണമില്ലാത്ത രൂപതയാണ്. അതിനകത്ത് എനിക്ക് പങ്കുമില്ല കേട്ടോ. അപ്പൊ സാധാരണ എന്ന് പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങളൊക്കെ ഈ അവരുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഇതിനെപ്പറ്റി വളരെ വിമർശനങ്ങളാണ്. വളരെ മോശമായി അവർക്ക് 3 നാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ മാധ്യമങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അവർ തന്നെ നിയന്ത്രിക്കേണ്ടി ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം മനുഷ്യനൊരു സമൂഹ രീതിയാണ്. അപ്പോ പല മനുഷ്യരും കേൾക്കുന്നതാണ് ഒരു സമൂഹം. അപ്പോൾ ഈ സമൂഹങ്ങളിൽ കുറ്റകൃത്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുറച്ചൊക്കെ ഉത്തരവാദിത്വം ആ സമൂഹങ്ങളിലുണ്ട്. ഇപ്പൊ ഈ ആഫ്രിക്കയിലാണ് ആഫ്രിക്കയില് ചില രാജ്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ട് പോയി 50%-75% എഴുത്ത് രോഗികളുള്ള സമൂഹങ്ങൾ രാജ്യങ്ങളാണ്. അങ്ങനെ ഇത്രയും എഴുത്ത് രോഗികൾ വരുന്നത്. അപ്പോൾ ഒരു വ്യക്തി
ഇന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം. അതെല്ലാം പേടിച്ച് ഓപ്ഷനിൽ വളർന്നതാണ്. ഇപ്പം എന്തെങ്കിലും കാര്യം തെറ്റായിട്ട് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അപ്പം പ്രതികരിക്കണം. അപ്പം പ്രതികരിക്കുന്ന എല്ലാം തോന്നി കഴിഞ്ഞാൽ അങ്ങനെയാണ് നടപടികൾക്ക് ആൾക്കാർ മുകളില്ല. കുട്ടികളോട് പറയും ഒരു തൊട്ടുകൂടി കഴിവുകൾ വേണം. ബസ്സിൽ പോകണമെങ്കിൽ തൊട്ടുകൂടി കഴിവുകൾ വേണം കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് തൊട്ടുകൂടിയൊന്നും കാര്യമില്ല. കടകളൊക്കെ രക്ഷപ്പെടും. അപ്പോ എന്താണ് ഈ ഇതിനെ റീസൺ? അത് ഗൾഫും സ്ത്രീവേദി ഇല്ലാത്ത കാലത്ത് പറയുകയുണ്ടായി. വസ്ത്രധാരണത്തിന്റെ കുഴപ്പങ്ങളാണ് ഇത് മുഴുവൻ പ്രശ്നം. വസ്ത്രധാരണത്തിന്റെ കുഴപ്പമല്ലത്. എനിക്ക് പറഞ്ഞിട്ട് വസ്ത്രധാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാറ് മനസ്സിലാകാനുള്ള അനുവാദം ഇല്ലാതെ കാണാനായിരുന്നു. മാറ് പറയാൻ അനുവാദമില്ല. അത് കാരണം രാഷ്ട്രം ഒരുപാട് പുരോഗമിക്കുന്നു. ഇപ്പൊ എന്താണ് വീണ്ടും വേറെ സാഹിത്യ കമ്പനിയാണ് വളരുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ ഇത്രയും ചുരിദാർ പറഞ്ഞ സാഹിത്യകാര്യം കുറച്ചുകൂടെ കൂടുതൽ ചെറിയ മാധ്യമ തന്നെയാണ് ചുരിദാർ കൊണ്ടു. വിവരം തോന്നോ? വിവരം തോന്നുന്നില്ല. വിവരം കൂടി വരികയാണ്. അപ്പൊ ഈ വസ്ത്രധാരണത്തിന്റെ ഇതല്ല. ഇപ്പൊ പോലീസേയും സർക്കാരിനൊക്കെ പോലീസേയും സർക്കാർ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓവർകോട്ട് നിർബന്ധമാക്കാൻ പോകും. ഓവർകോട്ട് അവർക്ക് യൂണിഫോം ഓവർകോട്ട്. ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഓവർകോട്ട് ഇതാക്കൊണ്ട് പണ്ട് നമ്മുടെ ബസ്സുകളിലൊക്കെ സ്ത്രീകളുടെ സീറ്റ് മുമ്പിലുള്ള കൊറോണയുമായി ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു പോകുന്നത് ഇതൊക്കെ ഒന്നാകുന്നു. അപ്പോ മഴ പറഞ്ഞ മദ്യം ഇതൊരു വലിയൊരു രൂപത്തിലാണ്. മദ്യം വലിയ രൂപതാണ്. ഇത് മദ്യം മദ്യം ചോദിക്കാനൊന്നും തോന്നില്ല. മദ്യം ചോദിക്കാൻ കഴിഞ്ഞാൽ കോടികൾ സർക്കാരുള്ള വരുമാനം ഉണ്ടാവും. മദ്യം ചോദിക്കാൻ പോകില്ല. അപ്പോ മദ്യം ഇതിന്റെ വിലയെടുക്കാവുന്നതല്ല. എല്ലാ കഴിഞ്ഞ കുറച്ചാണ് ഒരു ജസ്റ്റിസിന്റെ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ടായി. ജസ്റ്റിസ് പറയുക ഒരു പ്രതി കുറ്റം സമ്മതിച്ചു. മകളെ കഴിച്ചു കുറ്റം സമ്മതിച്ചു. എന്താ കാര്യം? അയാളെ ജസ്റ്റിസിന്റെ പറഞ്ഞാൽ കള്ളു കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മകളെ കണ്ടപ്പോൾ ഭാര്യയാണെന്ന് തോന്നിയില്ല. മകളെ കണ്ടപ്പോൾ ഭാര്യയാണെന്ന് തോന്നി. അപ്പൊ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ മകളെ കണ്ടാലും ചിലപ്പോ അമ്മയെ കണ്ടാലും അമ്മൂമ്മയെ കണ്ടാലും ഒക്കെ ചിലപ്പോൾ ഭാര്യയാണെന്ന് തോന്നിയിരിക്കും. അപ്പൊ ഇന്നത്തെ ഭയങ്കര വീട്ടം തിരുപ്പത്ത് തന്നെയാണ്. മദ്യം എന്ന് പറയുന്നത് ഭയങ്കര വീട്ടത്താണ്. അപ്പോൾ കുറച്ച് കാലം മുമ്പ് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ വലിയ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം ഗവൺമെന്റ് ഒരു തീരുമാനമൊക്കെ പ്രത്യേകിച്ച് ഗവൺമെന്റ് തീരുമാനം പ്രത്യേകിച്ചുണ്ടായത് കോടതി ഒരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായത്. അപ്പോൾ ഒന്നും പറഞ്ഞാൽ പോലീസിനെ മത്തിയിൽ വിന്യസിക്കണം. അതൊന്നും അത് നിർദ്ദേശം ഉണ്ടായാലും പ്രാവർത്തിക ആചാരത്തിലാക്കില്ല. പിന്നെ ഒരു കാര്യത്തിൽ കേരളത്തിൽ കുറച്ച് ആൾക്കാർ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളോടുള്ള ആളുകളുടെ നിലപാട് നോക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ അവഗണിക്കപ്പെട്ട ആ പെൺകുട്ടിക്ക് പിന്നെ സമൂഹ ആളുകൾ കളിപ്പിക്കാൻ കേരളത്തിൽ അതിനൊക്കെ ലക്ഷ്യമുണ്ട് കേരളത്തിൽ. പിന്നെ വാർത്തകൾ പുറത്തു വരാത്ത വാർത്തകൾ പീഡിപ്പിക്കപ്പെട്ട വാർത്ത പലപ്പോഴും 100 വാർത്തയെ പുറത്തു വരുന്നു. 100 വാർത്തയെ പുറത്തു വരുന്നില്ല. പുറത്തു വരാതെ എന്താണ് കുട്ടികൾക്കറിയാം. കുട്ടികൾക്ക് കാരണമായിട്ടും അറിയാം. ക്ലാസ്സുകളും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നുള്ള ആ തോന്നലോട് തന്നെയാണ് 99% വാർത്ത പുറത്തു വരാതിരിക്കുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം നിയമപാലകമായി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കാലം വീടുന്നതാണ്. അതും ചെയ്യുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രതി പിടിക്കപ്പെട്ടാൽ അപ്പൊ തന്നെ മോളിൽ MLA-യോ MP-യോ ആരെങ്കിലും അയാൾ നടത്തിയൊന്നും അതായത് അപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യം പുറത്താവുകയാണ്. എന്നാൽ പിടിക്കപ്പെട്ട ആൾ പെട്ടുകയും ചെയ്യും. അതാണ് ഈ വാർത്തകൾ പുറത്തു വരാത്തത് കാരണം. പിന്നെ ഇപ്പോ ഈ ഗവൺമെന്റ് നല്ല വനിതാ ഹെൽപ്പ്ലൈനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനിതാ ഹെൽപ്പ്ലൈൻ അത് ന്യൂസുകളൊക്കെ നമ്മൾ വനിതാ ഹെൽപ്പ്ലൈൻ ഇന്ന കണ്ടായിരുന്നു. ഫോണുകളൊക്കെ ന്യൂസുകൾ ന്യൂസുകൾ പറഞ്ഞിട്ട് നമ്മൾ അത് പേപ്പർ വാങ്ങിച്ചൊക്കെ മാർക്കാം. ഇതൊക്കെ നമ്മുടെ മൊബൈലിൽ നമ്മൾ അപ്പുറത്തെ വീഡിയോ എടുക്കണം. നമുക്ക് എപ്പോഴും ആവശ്യം വരാൻ അറിയില്ല. അപ്പോൾ തന്നെ മൊബൈലിൽ ഞാൻ കണ്ടു പറയാം. നിങ്ങൾ പേരും തെറ്റ് പേപ്പർ
നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്പറൊക്കെ കുറിച്ചെടുക്കാമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഈ 9061 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. ആ നമ്പർ പറഞ്ഞ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ മൊബൈലിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടില്ല. ലാപ്ടോപ്പിൽ മാത്രമേ ആ നമ്പറിലേക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 1091 കിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഗൂഗിളിൽ വിളിക്കണം, ഫോൺ നോക്കിക്കോളാം വിളിക്കണമെങ്കിൽ. പിന്നെ മൊബൈലിൽ വിളിക്കാൻ പറ്റുന്ന 2 നമ്പറുകളുണ്ട്. അത് വർക്കിംഗാണ്. ഒരു 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചതാണ്. മനുഷ്യാവകാശ സമിതിയിലെ സ്ത്രീ എമർജൻസി 2 ദിവസം മുമ്പ് വിളിക്കുന്നതാണ്. അതേപോലെ തന്നെ 5 മിനിറ്റ് തന്നെ പോയി കിട്ടി. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് കാണില്ല. എന്തായാലും ഞാൻ വിളിച്ചപ്പോൾ 5 മിനിറ്റുകളിൽ തന്നെ പോയി കിട്ടിയാണ്. അപ്പോൾ ഈ നമ്പർ കേൾക്കാനും നിങ്ങളുടെ കയ്യിൽ പേന ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് കുറിച്ചെടുക്കാം. ഈ എറണാകുളത്ത് 2 നമ്പറുണ്ട്. ഒന്ന് എറണാകുളം സിറ്റിക്കുള്ള നമ്പർ, അത് സിറ്റിയിലാണ് ആ നമ്പർ. പിന്നെ ഒന്ന് എറണാകുളം റൂറൽ, പുറത്താണെങ്കിൽ റൂറൽ. എറണാകുളം സിറ്റിക്ക് വേണ്ടിയാണ് 2356044 0484 കൂട്ടിയിട്ട് 0484 2356044 അതാണ് എറണാകുളം സിറ്റിയിലുള്ള ആ നമ്പർ. വനിതാ ഹെൽപ്പ് ലൈൻ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സ്ഥലത്ത്. ആ നമ്പർ 2356044. പിന്നെ എറണാകുളം സിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ 2623399 2623399 ഇതാണ് എറണാകുളം മുഴുവൻ. ഈ നമ്പറുകൾ നിങ്ങൾ മൊബൈലിൽ ഈ നമ്പറുകൾ ഉപയോഗിക്കുക. എപ്പോഴാണ് ആവശ്യം വരുന്ന ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു മനുഷ്യാവകാശ സമിതി, ഞാൻ മനുഷ്യാവകാശ സമിതി എന്നുള്ളൊരു സംഘടനയുടെ പ്രവർത്തകനാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ പ്രവർത്തനത്തിലാണ്. മനുഷ്യാവകാശ സംഘടന ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഞങ്ങൾ ഇതിന്റെ ഗവൺമെന്റ് കാപ്പുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മനുഷ്യാവകാശ സമിതിയുടെ 14 എറണാകുളം ജില്ലയിൽ 14 നിയോജകമണ്ഡലങ്ങളുണ്ട്. 14 നിയോജകമണ്ഡലങ്ങളിലും മനുഷ്യാവകാശ സമിതിയുടെ ഓരോ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. തൃക്കോണായിൽ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. എത്രയാണ് നമ്പറാണ്. അപ്പോൾ നമ്മൾ മനുഷ്യാവകാശ സമിതി പോലെയുള്ള സംഘടനകൾ ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഘടനയാണ്. കാരണം നമ്മൾ ഏറ്റവും കാര്യങ്ങൾ പോലീസിലേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് നടപടി ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പീഡനം എന്ന് പറയുന്ന കാര്യം ഇഷ്യൂ മാത്രമല്ല, ഏത് ഇഷ്യൂ ആണെങ്കിലും മനുഷ്യാവകാശ സമിതി ഇടപെട്ടുകൊണ്ട് ഒത്തിരി പരിഹാരം ഉണ്ടാകാൻ വളരെ സന്നദ്ധമായിട്ടുള്ള സംഘടനയാണ്. കാര്യങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് ഞാൻ ഒന്നുകൂടി ഇതിന്റെ ഭാരവാഹികളെ അനുമോദനം അറിയിക്കുകയാണ്. ഇത്രയും സമയം എന്നെ കേട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.